വചനം 77. വാക്കർത്ഥം. ഖുൽ പറയുക, മാ യഅ്ബഉ എന്ത് വകവെക്കുവാനാണ്, വില കൽപ്പിക്കുവാനാണ്, പരിഗണിക്കുവാനാണ്, വകവെക്കുകയില്ല, വില വെക്കുകയില്ല, ബിക്കും നിങ്ങളെപ്പറ്റി, റബ്ബി എൻ്റെ റബ്ബ്, ലൗലാ ദുആഉക്കും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ, വിളിക്കൽ ഇല്ലെങ്കിൽ, ഫഖദ് എന്നാൽ തീർച്ചയായും, കദ്ദബ്തും നിങ്ങൾ കളവാക്കിയിരിക്കുന്നു, വ്യാജമാക്കിയിരിക്കുന്നു, ഫസൗഫ ആകയാൽ വഴിയെ, യകൂനു അതായിത്തീരും, ആകും, ലിസാമൻ അനിവാര്യം, ഒഴിവാക്കാത്തത്, വേറിടാത്തത്. قُلْ مَا يَعْبَأُ بِكُمْ رَبِّي لَوْلَا دُعَاؤُكُمْ فَقَدْ كَذَّبْتُمْ فَسَوْفَ يَكُونُ لِزَامًا. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെപ്പറ്റി എന്ത് വകവെക്കുവാനാണ്? അഥവാ ഒന്നും വകവെക്കാനില്ല. എന്നാൽ നിങ്ങൾ തീർച്ചയായും കളവാക്കിയിരിക്കുകയാണ്. അതിനാൽ വഴിയെ അത് അഥവാ താക്കീതു ചെയ്യപ്പെട്ട ശിക്ഷ അനിവാര്യമായിരിക്കുന്നതാണ്. 77 വചനത്തിൻ്റെ വിശദീകരണം. അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഈ വചനത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും ചുരുക്കം ഇപ്രകാരമാകുന്നു. 1. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുവെന്ന് മാത്രമല്ല, അവരോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. അല്ലാഹുവിനോടല്ലാതെയുള്ള ഈ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പറ്റി അവൻ വളരെയൊന്നും വകവെക്കുമായിരുന്നില്ല, ഇത്ര ഗൗരവത്തോടെ വീക്ഷിക്കുകയും ചെയ്യുമായിരുന്നില്ല. നിങ്ങളാണെങ്കിൽ ഇതിനും പുറമെ സത്യപ്രബോധനത്തെ കളവാക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് ശിക്ഷ അനിവാര്യമായിരിക്കുന്നു, അത് താമസിയാതെ സംഭവിക്കുകയും ചെയ്യും. 2. നിങ്ങൾ ആരാധനയിലും പ്രാർത്ഥനയിലും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും ചുരുക്കം ചില സന്നിഗ്ധഘട്ടങ്ങളിലെങ്കിലും അല്ലാഹുവിനോട് നിങ്ങൾ നിഷ്കളങ്കമായി പ്രാർത്ഥന ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവൻ നിങ്ങളെ ഇപ്പോൾ ശിക്ഷിക്കാത്തത്. എന്നാൽ നിങ്ങൾ സത്യത്തെ കളവാക്കി നിഷേധിച്ചിരിക്കൊണ്ട് ശിക്ഷ നിങ്ങൾക്കധികം താമസിയാതെ അനുഭവപ്പെടുക തന്നെ ചെയ്യും. അതിന് ഒഴിവുണ്ടാകുകയില്ല. കപ്പൽ യാത്രകളിൽ വച്ചും മറ്റും കഠിനമായ ആപൽഘട്ടം നേരിടുമ്പോൾ ബഹുദൈവാരാധകരായ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യവസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാതെ അല്ലാഹുവിനോട് തന്നെ നിഷ്കളങ്കമായ പ്രാർത്ഥന നടത്തുമെന്നും ആപത്ത് നീങ്ങി രക്ഷപ്പെട്ടാൽ വീണ്ടും പഴയപടി ശിർക്ക് പ്രവർത്തിക്കുന്നതാണെന്നും ഖുർആൻ സൂറത്തുൽ അൻആം 63-64 വചനങ്ങളിലും, സൂറത്തുൻ നഹൽ 53-54 വചനങ്ങളിലും, സൂറത്തു യൂനുസ് 22-23 വചനങ്ങളിലും പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ സ്മരണീയമാണ്. മനുഷ്യൻ പൊതുവിൽ എത്ര തന്നെ ധിക്കാരം പ്രവർത്തിച്ചാലും ഇടയ്ക്കെങ്കിലും ചിലർ അല്ലാഹുവിനെ വിളിച്ചും പ്രാർത്ഥിച്ചും വരുന്നതുകൊണ്ടാണ് അവൻ അവരെ ഒന്നാകെ ശിക്ഷിച്ചു നശിപ്പിക്കാത്തത് എന്നത്രേ ഇതിലടങ്ങിയ തത്വം. അല്ലാഹുവേ, മുഹമ്മദ് പ്രബോധനം ചെയ്യുന്ന ഇതാണ് നിന്റെ പക്കൽ നിന്നുള്ള യഥാർത്ഥ സത്യമെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കല്ലുമഴ വർഷിപ്പിച്ചേക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ വല്ല ശിക്ഷയും കൊണ്ടുവന്നേക്കുക എന്ന് ധൈര്യസമേതം പ്രാർത്ഥിക്കുമാറ് ധിക്കാരികളായ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് നോക്കുക. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. സൂറത്തുൽ അൻഫാൽ 33 വചനം. നബിയെ, നീ അവരിലുണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുവാൻ തയ്യാറില്ല. അവർ പാപമോചനം തേടാറുള്ള സ്ഥിതിക്കും അല്ലാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല എന്നു സാരം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു: ഹൽ തുൻസറൂന
വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. ബുഖാരി, നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതും ആഹാരം നൽകപ്പെടുന്നതും നിങ്ങളുടെ അബലന്മാർ നിമിത്തമല്ലാതെ മറ്റു വല്ലതുകൊണ്ടുമാണോ? ഈ തത്വം ഒരു കവി മനുഷ്യലോകത്തെ നോക്കി പറഞ്ഞതെത്ര വാസ്തവം. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്വിബിയത്തുൻ മിനൽ യതാമ റുദ്ദഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. സാരം: അള്ളാഹുവിന് റുക്കൂ അഥവാ കുമ്പിട്ട് നമസ്കാര കർമ്മം ചെയ്തുവരുന്ന ചില വൃദ്ധന്മാരും അനാഥകളിൽപ്പെട്ട മുലകുടി പ്രായക്കാരായ ചില ശിശുക്കളും മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ജീവജന്തുക്കളും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യലോകമേ, നിങ്ങളുടെ മേൽ വളരെ വേദനപ്പെട്ട ശിക്ഷ ചൊരിയപ്പെടുമായിരുന്നു. 3. ദുആഉക്കും എന്ന വാക്കിന് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് മേൽക്കണ്ട 2 വ്യാഖ്യാനങ്ങൾ ഉള്ളത്. എന്നാൽ ദുആ എന്ന വാക്കിന് വിളി, ക്ഷണം എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് 3-ാമത്തെ വ്യാഖ്യാനം. അതിങ്ങനെയാണ്: റസൂൽ നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധന കൃത്യം നിലവിൽ നടന്നുകൊണ്ടിരിക്കയുമാണ്. അതില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെപ്പറ്റി ഒട്ടും വിലവെക്കുമായിരുന്നില്ല. നിങ്ങൾ പ്രബോധനത്തെ കളവാക്കിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ശിക്ഷയ്ക്ക് അവകാശപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതുവഴിയെ അനുഭവപ്പെടുന്നതുമാണ്. മേൽക്കണ്ട 3 അഭിപ്രായങ്ങൾക്ക് പുറമെ വേറെയും ചില അഭിപ്രായങ്ങൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ഏതായാലും ഇത്രയും ചെറിയ ഒരു വചനം പരസ്പര വൈരുദ്ധ്യം ഇല്ലാത്തതും സാരവത്തായതുമായ പല വ്യാഖ്യാനങ്ങൾക്കും ഇടം നൽകത്തക്കവണ്ണം വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നത് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ വൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ.